തൃശൂരിൽ ഓപ്പറേഷൻ തുഫാനെ അനുകൂലിച്ച് സംസാരിച്ചതിന് യുവാവിന്റെ കാൽ തല്ലിയൊടിച്ചതായി പരാതി. പരവൂർ തച്ചോടി സ്വദേശി ഹമീദിനാണ് ആക്രമണത്തിനിരയായത്. സംഭവത്തിൽ രണ്ടുപേരെ ചെറുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. യാസർ, അറഫത്ത്, യൂനസ് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ ഹമീദിന്റെ കാലിന്റെ എല്ലിന് പൊട്ടലുണ്ടാവുകയും ചുണ്ട് മുറിയുകയും ചെയ്തു. ഹമീദ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികളോട് മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രാത്രി 10 മണിയോടെ പ്രതികൾ ഹമീദിനെ ആക്രമിച്ചത്. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന്റെ പേര് നൽകി സംസ്ഥാന സർക്കാർ. കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന പേര് നൽകി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ജനറൽ ആശുപത്രി, തൈക്കാട് ആശുപത്രി എന്നിവ ചേർത്താണ് പുതിയ മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് രണ്ടാം മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള NHM പദ്ധതികളുടെ ഓൺലൈൻ യോഗത്തിൽ ആരോഗ്യമന്ത്രി K മുരളീധരൻ ആവശ്യം ഉന്നയിച്ചിരുന്നു. മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുമായിരുന്നു ആവശ്യം. തലസ്ഥാനത്തെ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ലെന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും മേയർ VV രാജേഷ്. 6 മാസം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഭരണത്തിനെതിരായ കാതലായ ഒരു വിമർശനവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. CPIM പ്രവർത്തകരെ നിയോഗിച്ച് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ ദിവസം അമിഴിഞ്ചാൽ തോട്ടിൽ മാലിന്യം തള്ളാൻ ശ്രമിച്ചത് CPIM പ്രവർത്തകൻ ഷമീർ ആണെന്നും ഇത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരെ ആക്രമിച്ചുവെന്നും VV രാജേഷ് ആരോപിച്ചു. 6 മാസം ഈ ഭരണസമിതി പിന്നിടുമ്പോഴേക്കും വലിയ സ്വീകാര്യത കിട്ടി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി 45 വർഷം കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് CPM പ്രവർത്തകനായിട്ടുള്ള ഷമീർ ആണ് എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടു. ഇദ്ദേഹം CPM പ്രവർത്തകനാണ്. അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ആറ്റിലേക്കും തോട്ടിലേക്കും വലിച്ചെറിയുന്നതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. ഭരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരു ഭരണസമിതിയോടുള്ള ഭരണപരമായുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വ്യാകുലത കൊണ്ട് ഒരു നഗരത്തെ മുഴുവനും മലിനപ്പെടുത്തുവാനും രോഗം പടർന്ന് പിടിക്കുവാനും ഇടയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും CPM നേതാക്കന്മാർ പിന്മാറണം. ഇടുക്കി മൂന്നാർ നല്ലതണ്ണി റോഡിൽ കനത്ത മഴയിലും തണുപ്പിലും കാട്ടുപോത്തുക്കളുടെ കൂട്ടം റോഡിലിറങ്ങി. റോഡിലൂടെ സഞ്ചരിച്ച കാട്ടുപോത്തുകൾ പിന്നീട് വനമേഖലയിലേക്ക് മാറിയെങ്കിലും ഇതുവഴി എത്തിയ വാഹനയാത്രക്കാർ ആശങ്കയിലായി. മൂന്നാർ നല്ലതണ്ണി റോഡിൽ കാട്ടുപോത്തുക്കളുടെ സാന്നിധ്യം പതിവായതിനാൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം. ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുചീകരണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകി. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള അർബൻ വാട്ടർ സപ്ലൈ ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കും. പത്തനംതിട്ട ചിറ്റാറിലും സമീപ പ്രദേശങ്ങളിലും റോഡുകളിൽ ലോറികൾ കുത്തിത്തുറന്ന് ബാറ്ററിയും ടയറുമടക്കം 2,10,000 രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റാർ സ്വദേശികളായ വിവേക്, നാസർ, ഹാഷിം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്വാജിനോ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് ഇവർ മോഷ്ടിച്ചത്. ഇവർ 3 പേരും ഇതേ കമ്പനിയിലെ ജോലിക്കാരാണ്. കമ്പനിയുടെ സ്റ്റേറ്റ് മാനേജർ നൽകിയ പരാതിയിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളുടെയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഗ്യാസ് ഏജൻസിയിലേക്ക് സിലിണ്ടറുകളുമായി വന്ന ട്രക്കിൽ നിന്ന് പുകയുയർന്നത് ആശങ്ക ഉയർത്തി. വലതുവശത്തെ പിൻചക്രത്തിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നത് പുറകിൽ വന്ന മറ്റൊരു വാഹന യാത്രികന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് വാഹനം സുരക്ഷിതമായി റോഡരികിലേക്ക് മാറ്റി നിർത്തി. ബ്രേക്ക് ലൈനർ ഒരഞ്ഞ് ചൂടാവുകയും ഇതേ തുടർന്ന് വീൽ ഹബ്ബ് അമിതമായി ചൂടാവുകയും ചെയ്തതാണ് പുക ഉയരാൻ കാരണമായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ടയറിലേക്ക് വെള്ളമൊഴിച്ച് പുക പൂർണ്ണമായും ശമിപ്പിച്ചതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. സുരക്ഷാ വീഴ്ച വരുത്തിയ വണ്ടിയുടെ ഉടമയ്ക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പിന്നീട് മറ്റൊരു വാഹനമെത്തിയാണ് സിലിണ്ടറുകൾ കൊണ്ടുപോയത്.
തിരുവനന്തപുരം നെടുമങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. RRT ടീമിന്റെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമം തുടരുന്നു. നെടുമങ്ങാട് നഗരസഭയിലെ വാണ്ട, പനച്ചുമൂട്, പുലിപ്പാറ ഭാഗങ്ങളിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ അറിയിച്ചു. നാളെയും പോത്തിനെ മയക്ക് വെടിവെക്കുന്നതിനുള്ള ശ്രമം തുടരും. കാട്ടുപോത്ത് ഇറങ്ങിയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും സുരക്ഷിതമായി സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. പോക്സോ കേസിൽ യുവാവിന് 34 വർഷം കഠിന തടവും 2.70 ലക്ഷം രൂപ പിഴയും. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് മൊട്ടലയം സ്വദേശി പ്രവീൺ റോയ്ക്ക് ഇടുക്കി അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പിഴത്തുക നൽകണമെന്നും നൽകാത്ത പക്ഷം 11 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2024 സംഭവം നടന്നത്.